വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടഡ് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ ആണ്. അതായത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരാൾ ആണെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട് ചലഞ്ച് എടുത്തിട്ട് അത് പാസ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ ഫോർ ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു 90% ഓഫ് ആൾക്കാരും ഫണ്ടഡ് അക്കൗണ്ട്സ് ഫെയിൽ ആവാനുള്ള അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട് ചാലഞ്ച് ഫെയിൽ ആവാനുള്ള മെയിൻ റീസൺ അവരുടെ സ്ട്രാറ്റജി അല്ല, പകരം റിസ്ക് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 5% ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പോൾ നോർമൽ അതിന്റെ റൂൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ചലഞ്ച് ഫെയിൽ ആവണമെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് കാര്യങ്ങൾ ബ്രീച്ച് ആകുമ്പോഴാണ് ആ ഒരു ചലഞ്ച് നമ്മൾ ഫെയിൽ ആവുന്നത്. നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് ഡെയിലി ലോസ് 5%. ഓക്കെ, ഇപ്പോൾ ഒരു 5K അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം 5%ന്റെ മുകളിൽ നമ്മുടെ ലോസ് ബുക്ക് കഴിഞ്ഞാൽ ആ ഒരു ചലഞ്ച് നമ്മൾ ഫെയിൽ ആവും. അതായത് ഇപ്പോൾ ഒരു 5K അക്കൗണ്ടിൽ $250 മുകളിൽ നമ്മുടെ ഒരു ദിവസത്തെ ലോസ് ബുക്ക് കഴിഞ്ഞാൽ ആ ഒരു ചലഞ്ച് നമ്മൾ ഫെയിൽ ആവും, നമ്മൾ ബ്രീച്ച് ആയി, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് സെക്കൻഡ് മെയിൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് ലോസ് നോർമലി എല്ലാ ഫണ്ട് അക്കൗണ്ട്സിലും 10% ആണ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ $5,000 സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ അക്കൗണ്ട് ഒരു 10% ഡ്രോ ഡൗണിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഒരു -$500 പോവുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒരു 4,500 എത്തുവാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ചലഞ്ച് ഫെയിൽ ആവണം. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ എങ്ങനെ കൗണ്ടർ ചെയ്യാം, എങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് പ്ലാൻ ബിൽഡ് ചെയ്യാം, ഈ ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്നിൽ മെയിനായിട്ട് രണ്ട് റൂൾസ് ഉള്ളത്. റിസ്ക് മാനേജ്മെന്റിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ലോസ് റൂൾസിലോട്ട് വരുമ്പോൾ മെയിനായിട്ട് രണ്ട് റൂൾസ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് ഡെയിലി ലോസ്. മാക്സ് ഡെയിലി ലോസ് വരുന്നത് എത്രയാണ്? 5%. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു $5,000 ചലഞ്ച് നമുക്ക് എടുക്കാം. ആ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു $5,000 ചലഞ്ച് ആണെന്ന് വിചാരിച്ചോളൂ. ഇവിടെ നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് ഡെയിലി ലോസ് വരുന്നത് 5%. അപ്പോൾ $5,000 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു $250 വരും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മാക്സ് ലോസ്, അതായത് ടോട്ടൽ ലോസ് അല്ലെങ്കിൽ മാക്സ് ഡ്രോഡൗൺ. മാക്സ് ലോസ് വരുന്നത് നോർമലി നമുക്ക് വരുന്നത് ഒരു 10%. ഒരു $5,000 അക്കൗണ്ട് വരുന്ന സമയത്ത് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $500 ആണ് നമ്മുടെ മാക്സ് ലോസ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ കൗണ്ടർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മാക്സ് ഡെയിലി ലോസ് എങ്ങനെ ഹിറ്റ് ചെയ്യാണ്ടിരിക്കാം, നമ്മുടെ മാക്സ് ലോസ് എങ്ങനെ ഹിറ്റ് ചെയ്യാണ്ടിരിക്കാം, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൗണ്ടർ ചെയ്യേണ്ട കാര്യം മാക്സ് ഡെയിലി ലോസ് ആണ്. അതായത് ഒരു ദിവസം നമ്മൾ 5%ന്റെ ലോസ് ജനറേറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോണത് റിസ്ക് പെർ ട്രേഡ്. ഒരു ട്രേഡിൽ നമ്മൾ റിസ്ക് ചെയ്യാൻ പോണത് 1% ആയിരിക്കും. അതായത് നമ്മുടെ അക്കൗണ്ട് സൈസിന്റെ 1% ആയിരിക്കും ഒരു ട്രേഡിൽ നമ്മൾ റിസ്ക് ചെയ്യാൻ പോണത്. അതായത് 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $50. ഓക്കെ, ഒരു ട്രേഡിൽ നമ്മൾ മാക്സ് റിസ്ക് ചെയ്യുക $50 ആണ്. $50ന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരു ട്രേഡിൽ നമ്മൾ റിസ്ക് ചെയ്യത്തില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് ലോസ് എ ഡേ 2. അതായത് ഒരു ദിവസം 2 ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ട്രേഡ് ചെയ്യത്തില്ല. അതായത് ഒരു ദിവസം 2 ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1% റിസ്ക് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഒരു -2%ലോട്ട് അക്കൗണ്ട് പോകും, അല്ലെങ്കിൽ ഒരു -$100 അക്കൗണ്ട് പോകും. അതായത് ഒരു ദിവസം 2 ട്രേഡ്സ് നമുക്ക് ബാക്ക് ടു ബാക്ക് SL കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, അന്ന് ട്രേഡ് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം 2 ലോസിൽ നമ്മൾ എടുത്തുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം മാക്സ് ലോസ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2%. അതായത് $5,000 അക്കൗണ്ടിൻ്റെ അകത്ത് നമുക്ക് മാക്സ് ഒരു ദിവസം ലോസ് വരിക $100. $100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2%. 2%, അതായത് -2% ഒരു ദിവസം ട്രേഡ് നമ്മൾ എൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് ട്രേഡ് ചെയ്യത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാക്സ് ഡെയിലി ലോസ് ഒരിക്കലും അവിടെ ഹിറ്റ് ചെയ്യത്തില്ല. ഓക്കെ, മാക്സ് ഡെയിലി ലോസ് ഹിറ്റ് ചെയ്യത്തില്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ബ്രീച്ച് ആയിട്ടുള്ള ആ ഒരു മാക്സ് ഡെയിലി ലോസ് നമുക്ക് ഹിറ്റ് ചെയ്ത്, അതായത് ഫസ്റ്റ് ബ്രീച്ചിലോട്ട് നമുക്ക് എത്തത്തില്ല. ഫസ്റ്റ് റൂൾ നമ്മൾ കൗണ്ടർ ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, അതായത് നമ്മളൊരു ട്രേഡിൽ റിസ്ക് എടുക്കാൻ പോകുന്നത് 1% ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരെ റിസ്ക് കുറവായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള അപ്രോച്ച് അല്ല, ഇതൊരു മിഡ് റേഞ്ചിൽ പോകുന്ന ഒരു അപ്രോച്ചാണ്. അതായത് ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് പ്ലാൻ ആണിത്. ഓക്കെ, ഒരു അഗ്രസീവ് അല്ല ആൻഡ് തീരെ ഒരു ലോ റിസ്ക്കും അല്ല ഇത്. ഓക്കെ, ഒരു മിഡ് റേഞ്ചിൽ പോകുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ട്രേഡിൽ നമ്മൾ റിസ്ക് ചെയ്യാൻ പോകുന്നത് 1% ആയിരിക്കും. അതായത് അക്കൗണ്ട് സൈസിന്റെ 1% ആയിരിക്കും നമ്മൾ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യുക. ആൻഡ് ഒരു ദിവസം 2 ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്ന് എന്ത് ചെയ്യത്തില്ല, ട്രേഡ് ചെയ്യത്തില്ല. അതായത് 2 ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -$100 ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളന്ന് ട്രേഡ് ചെയ്യത്തില്ല. പിന്നെ നമ്മളന്ന് ട്രേഡ് ചെയ്യത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാക്സ് ഡെയിലി ലോസ് നമുക്ക് കൗണ്ടർ ചെയ്യാം. അതായത് ഒരിക്കലും നമ്മൾ 5% ലോസിലോട്ട് എത്തത്തില്ല. 5% ലോസിലോട്ട് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ഫസ്റ്റ് റൂൾ ആയിട്ടുള്ള മാക്സ് ഡെയിലി ലോസ് നമ്മൾ ഹിറ്റ് ചെയ്യത്തില്ല.
ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇനി നമുക്ക് കൗണ്ടർ ചെയ്യാനുള്ള കാര്യം എന്താണ്? ഇനി നമുക്ക് കൗണ്ടർ ചെയ്യാനുള്ള കാര്യം മാക്സ് ലോസ്. സോ മാക്സ് ലോസ് പറഞ്ഞത് 10% ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പെർ ട്രേഡ് 1% ആണ് റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ നമുക്ക് ബാക്ക് ടു ബാക്ക് എത്ര ട്രേഡ്സ് എസ് എൽ കിട്ടുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു മാക്സ് ലോസ് ബ്രീച്ച് ചെയ്യണം? അതായത് 10 ട്രേഡ്സ് നമുക്ക് ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ 4500 എത്തും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു $5000 അക്കൗണ്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു അക്കൗണ്ട് ബാലൻസ് 4500 എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 10 ട്രേഡ്സ് ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടണം. ഓക്കെ, സോ ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഈ ഒരു 4500 നമ്മുടെ അക്കൗണ്ട് എത്തത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇപ്പം നോർമൽ എന്തൊരു സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് നമ്മൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഒരു 40 to 50% വിൻ റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ എന്തായാലും നമുക്കൊരു 10 ട്രേഡ്സ് ഒന്നും ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടത്തില്ല. ഓക്കെ, അപ്പം അതിനുവേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് 5 ട്രേഡ്സ് നമുക്ക് ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടി എന്ന് വിചാരിച്ചു. അതായത് 5 ട്രേഡ്സ് നമുക്ക് ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടി. 5 ട്രേഡ്സ് ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് എത്രയിലാണ് കിടക്കുന്നത്? അതായത് 5 ട്രേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യുന്ന 1% ആയിരുന്നു. ഓക്കെ, നമ്മൾ നമ്മുടെ മാക്സ് ലോസ് ആയിട്ട് 2 ഒന്നും നമ്മൾ ബ്രീച്ച് ചെയ്തിട്ടില്ല. അതായത് ഫസ്റ്റ് ഡേ നമുക്ക് 2 ലോസ് കിട്ടി, -2%. സെക്കൻഡ് ഡേ നമുക്ക് 2 ലോസ് കിട്ടി, -2%. ടോട്ടൽ 4% ലോസ്. നെക്സ്റ്റ് ഡേ, തേർഡ് ഡേ നമുക്ക് എന്ത് കിട്ടി? ഒരു ഫസ്റ്റ് ട്രേഡ് ലോസ് കിട്ടി. ഇപ്പം നമ്മളൊരു -5%ലാണ് നമ്മുടെ അക്കൗണ്ട് കിടക്കുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ ഉള്ളത് $4750 നമ്മുടെ അക്കൗണ്ട് ഉള്ളത്. പിന്നെ നമുക്കിവിടെ പെൻഡിങ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $250 മാത്രമേ നമുക്ക് എന്ത് കിടപ്പുള്ളൂ? അതായത് പെൻഡിങ് ഡ്രോ ഡൗൺ വരുന്നത് $250. അതായത് ഇനി നമ്മളൊരു $250 ലോസ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ചലഞ്ച് ഫെയിൽ ആവും. അപ്പോൾ അഗെയിൻ $250 ലോസ് പറഞ്ഞെങ്കിൽ ഇനിയും നമുക്ക് എന്ത് കിട്ടണം? 5 ട്രേഡ്സ് ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടണം. ആ ഒരു 5 ട്രേഡ്സ് ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടിക്കഴിഞ്ഞാലാണ് അഗെയിൻ ഒരു $250 ലോസ് വരാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പോവാം. റെഡ്യൂസ് റിസ്ക് ടു 0.5%. ഇനി നമ്മുടെ റിസ്ക് പെർ ട്രേഡ് പറഞ്ഞത് 0.5% ആയിരിക്കും. അതായത് $25 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ഇനി ഒരു ട്രേഡിൽ നമ്മൾ റിസ്ക് ചെയ്യാൻ പോണത് $25 ആയിരിക്കും. ഓക്കെ, അപ്പോൾ $25, അതായത് 0.5% ആണ് ഇനി നമ്മളൊരു ട്രേഡിൽ റിസ്ക് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്ത് കിടപ്പുണ്ട്? ഒരു $250 പെൻഡിങ് ഇക്വിറ്റി നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ബാലൻസ് നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. അപ്പോൾ എഗെയിൻ ഒരു പെർ ട്രേഡ് 0.5% റിസ്ക് എടുത്തിട്ട് $25 റിസ്ക് എടുത്തിട്ട് നമ്മൾ ഇനി ഒരു $250 ലോസിലോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? അഗെയിൻ 10 ട്രേഡ്സ് ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടണം. അതായത് ഇപ്പോൾ നമ്മൾ $25 ആണ് ഒരു ട്രേഡിൽ റിസ്ക് എടുക്കണമെങ്കിൽ 25 × 10 എന്താകത്തുള്ളൂ? $250 എത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചലഞ്ച് നമ്മൾ ഫെയിൽ ആവണമെങ്കിൽ നമുക്ക് എത്ര ട്രേഡ്സ് ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടണം? അതായത് 15 ട്രേഡ്സ് ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ അക്കൗണ്ട് ബാലൻസ് 4500 പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു 10% ഡ്രോ ഡൗണിലോട്ട് പോകത്തുള്ളൂ. സോ 10% ഡ്രോ ഡൗണിലോട്ട് പൊക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ മാക്സ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്ത് സ്ട്രാറ്റജി ആയിക്കഴിഞ്ഞാൽ, ICT ആയിക്കഴിഞ്ഞാലും, SMC ആയിക്കഴിഞ്ഞാലും, പ്രൈസ് ആക്ഷൻ ആയിക്കഴിഞ്ഞാലും, പാറ്റേൺ ട്രേഡിംഗ് ആയിക്കഴിഞ്ഞാലും, ഓക്കെ, സോ നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റെപ്സ് അറിയാം. നിങ്ങൾ റൂൾ ബേസ്ഡ് ആയിട്ടാണ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വിൻ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഒരു 40 to 50% വിൻ റേറ്റ് ഒക്കെ കിടപ്പുണ്ടെങ്കിൽ സ്റ്റിൽ നമുക്ക് എന്തായാലും ഒരു 15 ട്രേഡ്സ് ഒന്നും ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടത്തില്ല. ഓക്കെ, അതായത് നമ്മൾ റൂൾ ബേസ്ഡ് ആയിട്ട് റൂൾ ബേസ്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും 15 ട്രേഡ്സ് ഒന്നും ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? ആ ഒരു നിങ്ങളുടെ ബ്രീച്ച് ഇല്ലാണ്ട് കുറച്ച് കാലം അക്കൗണ്ട് കൊണ്ടുപോകാം. ഓക്കെ, അതായത് പ്രോപ്പർ ഒരു റിസ്ക് മാനേജ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, അതായത് ലോ റിസ്ക്കും അല്ല ഹൈ റിസ്ക്കും അല്ല, ഒരു മിഡ് അപ്രോച്ച് പറഞ്ഞത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഇപ്പം ഞാനും പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് തന്നെയാണ്. അതായത് ഒരു ട്രേഡിൽ ഞാൻ റിസ്ക് ചെയ്യാൻ 1% ആണ്. ഒരു ദിവസം 2 ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ട്രേഡ് ചെയ്യത്തില്ല. ഒരു ദിവസം -2% ഞാൻ എൻഡ് ചെയ്യും. -2% എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മാക്സ് ഡെയിലി ലോസ് ഹിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ബ്രീച്ച് അവിടെ
കിട്ടത്തില്ല. ഓക്കെ, എനിക്ക് ഒരിക്കലും മാക്സ് ഡെയിലി ലോസ് കിട്ടത്തില്ല. ഓക്കെ, ഞാൻ റൂൾ ബേസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ. സോ പിന്നെ പറഞ്ഞ കാര്യമാണ് മാക്സ് ലോസ്. സോ മാക്സ് ലോസ് പറഞ്ഞാൽ 10% ആണ്. സോ നമ്മുടെ മാക്സ് ലോസ് ഹിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടണം? 15 ട്രേഡ്സ് ബാക്ക് ടു ബാക്ക് എസിൽ കിട്ടണം. ഓക്കെ, അപ്പോൾ പിന്നെയും നിങ്ങൾ ചലഞ്ചസ് പാസ് ആവാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.